കൈരളി ചാനലിൽ ചെയർമാൻ മമ്മൂട്ടിയും MD ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള പോര് മുറുകിയതോടെ സാമ്പത്തിക തിരിമറികളിൽ ആരോപണമായി ഉയരുന്നു. കൈരളി ചാനലിൽ പണം നിക്ഷേപിച്ച 2 ലക്ഷത്തോളം മലയാളികൾക്ക് ഇതുവരെ ചില്ലിക്കാശ് ലാഭം കിട്ടിയിട്ടില്ല. ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ലാഭം ഉണ്ടായിട്ടില്ല. പലതവണ അധികാരത്തിൽ വന്നിട്ടും ഇപ്പോൾ 7 കൊല്ലം തുടരെ ഭരിച്ചിട്ടും സർക്കാർ പരസ്യവും സൗഹൃദ ബിസിനസ്സുകാരുടെ പ്രമോഷനും മാത്രം മതി കൈരളി ചാനൽ തടിച്ചു കൊഴുത്തു ലാഭം കുന്നുകൂടാൻ. എന്നാൽ ലാഭമില്ല എന്ന് മാത്രമല്ല, നിക്ഷേപകർ പണം ചോദിച്ചെത്തുമ്പോൾ കൈമലർത്തിയും കാണിക്കുന്ന അനുഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൈരളി ചാനലിന്റെ വിദേശ വരുമാനം കൈരളിയുടെ ഗൾഫ് പരസ്യ വരുമാനവും ചാനലിന്റെ ചുമതലയിലുള്ള ചിലർ തട്ടിയെടുത്ത് അവരുടെ പോക്കറ്റിലാക്കി എന്നാണ് ആരോപണം. കൈരളി ചാനലിന്റെ വരുമാനം ചോർത്തൽ തുടങ്ങിയ 3 സ്വകാര്യ കമ്പനികളുടെ വെട്ടിപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കൈരളിയുടെ ഗൾഫ് പരസ്യ വരുമാനവും സംഭാവനകളും ചോർത്തൽ കൈരളി അറേബ്യ എന്ന പേരിൽ ഗൾഫിൽ സ്വകാര്യ കമ്പനിയുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്വകാര്യ കമ്പനികളും ബ്രിട്ടാസിന്റെ പേരിലാണ് എന്ന ആരോപണം ഉയരുന്നു. കൈരളി ചാനലിന്റെ ഉടമസ്ഥാവകാശമുള്ള മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് 2 സ്വകാര്യ കമ്പനികൾ നടത്തുന്നത്. ജോൺ ബ്രിട്ടാസിനെതിരെ രൂക്ഷമായ ആരോപണം ആണ് ഉയരുന്നത്. മുൻപ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്ന കാലത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ജോൺ ബ്രിട്ടാസ് മരടിൽ ആഡംബര ഫ്ലാറ്റ് വാങ്ങിയിരുന്നു. ഇത് പിന്നീട് കായൽ കയ്യേറ്റവുമായി കണ്ടെത്തി തകർത്ത് കളയുകയായിരുന്നു. ഇവിടെ അന്ന് ഫ്ലാറ്റ് വാങ്ങാൻ 70 മുതൽ 1 കോടി രൂപ വരെ വേണം എന്നുള്ള കാലത്തായിരുന്നു ബ്രിട്ടാസ് എന്ന മാധ്യമ പ്രവർത്തകൻ ഫ്ലാറ്റ് വാങ്ങിയത്. കൂടാതെ തലസ്ഥാനത്തും കൂറ്റൻ ഫ്ലാറ്റുകളുണ്ട്. പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന ലേബൽ ഉള്ളതിനാൽ പാർട്ടിക്കാർ ആരും ബ്രിട്ടാസിനെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല. ബ്രിട്ടാസിന്റെ ചെയ്തികൾക്ക് പിണറായിയുടെ മൗന അനുവാദവും ഉണ്ടായിരുന്നു. ചാനലിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ തന്നെ MP എന്ന നിലയിലുള്ള വൻ തുകയും ശമ്പളവും ആനുകൂല്യവുമുണ്ട്. പാർട്ടിയുടെ ചിലവിൽ മറ്റ് യാത്രകളും താമസവും. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ കൈരളി ചാനലിന്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുന്നത്. പിണറായി സർക്കാർ അധികാരത്തിലേറിയതിന്റെ അടുത്ത വർഷമാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ബ്രിട്ടാസ് ഡയറക്ടറായി MCL മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം തുടങ്ങിയത്. സർക്കാർ PRD വകുപ്പ് കറവ പശു ആണ് എന്ന് മനസ്സിലാക്കി PRD പരസ്യങ്ങളുടെ ഏജൻസിയായി MCL ലിമിറ്റഡിനെ എംപാനൽ ചെയ്തു. PRD ബഡ്ജറ്റിൽ വൻ വർധന വരുത്തിയതും ഇക്കാലത്താണ്. സർക്കാർ പരസ്യ കമ്മീഷൻ ഇനത്തിൽ കോടികൾ ബ്രിട്ടാസിന്റെ MCL മീഡിയയിലേക്ക് ഒഴുകിയെത്തി. കൈരളി ചാനലിന്റെ അവാർഡ് നൈറ്റും ഇവന്റുകളും ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ പ്രത്യേക കമ്പനിയായി കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം തുടങ്ങിയത് 2017 സെപ്റ്റംബറിലാണ്. നഷ്ടത്തിലോടുന്ന കൈരളി ചാനലിന് ആശ്വാസമേകേണ്ടിയിരുന്ന അവാർഡ് നൈറ്റ് വരുമാനം ഈ കമ്പനി വഴി മറിച്ചും വകമാറ്റിയും വെട്ടിച്ചു. ഇത്തരത്തിൽ വൻ ലാഭത്തിലാകേണ്ട കൈരളി ചാനൽ വരുമാനം മുഴുവൻ ചെയ്ത് അസ്ഥികൂടമാക്കി നിർത്തുകയായിരുന്നു. കൈരളിയിൽ മുതൽ ഇറക്കിയവർ 2 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് കൊടുത്ത കാശ് പോലും കിട്ടാതെ നരകിക്കുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. മമ്മൂട്ടി ഉൾപ്പെടെ കൈരളിയിലെ ചിലർ ഇക്കാര്യങ്ങൾ മരുമകൻ മന്ത്രി റിയാസിനെ ധരിപ്പിച്ചിരുന്നു. കൈരളിയിലെ ബ്രിട്ടാസിന്റെ ഇടപാടുകൾ റിയാസിന്റെ പ്രേരണയിൽ പിണറായി അന്വേഷിച്ചതോടെ ബ്രിട്ടാസ് അങ്കലാപ്പിലായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് റിയാസിന്റെ ഭാര്യ വീണയെ പ്രതിക്കൂട്ടിലാക്കിയ മാസപ്പടി വിവാദം പുറത്തു വന്നത്. CMRL മാസപ്പടി ആദായ നികുതി രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ജോൺ ബ്രിട്ടാസിന്റെ പങ്ക് റിയാസിന് സംശയമുണ്ട്. രേഖകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതിൽ ബ്രിട്ടാസിന്റെ പങ്ക് റിയാസിന് സംശയമുണ്ട്. കൈരളിയിൽ നിന്ന് ബ്രിട്ടാസിനെ പുകച്ച് ചാടിക്കാൻ റിയാസും മമ്മൂട്ടിയും ഒന്നിച്ചുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടിക്ക് പണി കൊടുക്കാനാണ് ബ്രിട്ടാസ് മാധ്യമ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്നതെന്ന കിംവദന്തിയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.